നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു മുട്ടപ്പൊരിയലാണ്. ചപ്പാത്തിക്കും ചോറിനുമെല്ലാം നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ടപ്പൊരിയൽ റെസിപ്പിയാണ്. മുട്ടപ്പൊരിയൽ ഉണ്ടാക്കാനായിട്ട് 4 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 2 പിഞ്ച് അളവിൽ മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത മുട്ട ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം 4-5 ഗ്രാമ്പു, ചെറിയൊരു പീസ് തക്കോലം, ചെറിയൊരു പീസ് കറുവാപ്പട്ട, ഒരു ബേ ലീഫിന്റെ പകുതി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തത്, 4 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. അപ്പം ഞാനൊരു 3 മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം മൂത്ത് വന്ന സമയത്ത് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 കറിവേപ്പിലോട് ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികം പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് പച്ച സ്മെല്ല് പോകുന്നവരെ 1-2 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇങ്ങനൊരു മീഡിയം സൈസിലുള്ള തക്കാളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ പുളിയില്ലാത്ത തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളിയുടെ ഒരു പച്ച സ്മെല്ല് പോകുന്നവരെ നമുക്കൊന്ന് ഇളക്കിയെടുത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളം ചൂടുള്ള വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അത് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് എഗ്ഗ് ഒന്ന് ഓംപ്ലേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്ത് ഓംപ്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. നന്നായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക ചെയ്യുന്നത്. മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഗ്രേവി ഒന്നൊരു 5 മിനിറ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും കുറുക്കി എടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തെടുത്തിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റോടുകൂടിയ മുട്ടപ്പൊരിയൽ റെഡിയാണ്. അപ്പോൾ നമുക്ക് ചോറിന് ചപ്പാത്തിക്കെല്ലാം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.